ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ കൃപയും സമാധാനവും ഇന്നേ ദിവസം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഈ ആലയത്തെ എപ്പോഴും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത ഈശോയിൽ ജ്വലിച്ച ഒരു സമയം സുവിശേഷകരെ കുറിച്ച് വച്ചിട്ടുണ്ട്. അത് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച സമയമാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേവാലയത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അവിടെ കണ്ടത്. അതിനെക്കുറിച്ച് സുവിശേഷം ഇപ്രകാരം പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 46 തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ഈശോ ചാട്ടുവാറൊക്കെ എടുത്ത് ദേവാലയത്തിലേക്ക് ഇറങ്ങി അവരൊക്കെ പുറത്താക്കിക്കൊണ്ട് പറയുന്നത്, ഇത് പ്രാർത്ഥനാലയമാണ്, നിങ്ങളതിനെ കച്ചവടക്കാരുടെ ഗുഹയായിരിക്കുന്നു. പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മനസ്ഥിതിയാണ്. കച്ചവടക്കാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞത് അതവിടെ നിൽക്കുന്ന ആളുകളുടെ മനസ്ഥിതിയാണ്. ഇവിടെ ഒന്നേ ചിന്തിക്കേണ്ടതുള്ളൂ, നിൻ്റെ മനസ്ഥിതിയും ദൈവത്തിൻ്റെ മനസ്ഥിതിയും ഒന്നായിരിക്കണം. അങ്ങനെ ഒട്ടിച്ചേർന്ന് പോവുകയാണെങ്കിൽ നീയാകുന്ന ശരീരം, നിൻ്റെതായ ജീവിതം അത് ദൈവത്തിൻ്റെ ആലയമായിട്ട് എപ്പോഴും നിലകൊള്ളും. അതിന് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കരങ്ങളെ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെതായ അതേ ചിന്താരീതികൾ ജീവിതത്തെ പുലർത്തുവാനായിട്ട്, ഒരേ മനോഭാവത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നിൻ്റെ നാമത്തിൽ ഉത്തരവുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന